عن عروة عن المسور ابن مخرمة رضي الله عنه عن النبي صلى الله عليه وسلم قال: إذا توضأ النبي صلى الله عليه وسلم كادوا يقتتلون على وضوئه يقتتلون على وضوئه رواه البخاري. സഹാബിയായ മിസ്വർ ബിൻ മഖ്റമ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹുവിനെ സംബന്ധിച്ച് പറയാണ്, ഇദാ തവദ്ദഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വുദു എടുക്കുകയാണെങ്കിൽ, കാദു യഖ്തതിലൂന അലാ വദൂഇഹി, റസൂലുള്ളാഹിന്റെ വുദു എടുക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ അവരെന്ത് ചെയ്യായിരുന്നു? അവര് പരസ്പരം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അടികൂടാറുണ്ടായിരുന്നു എന്ന് വന്നു. ബുഖാരിയിൽ വന്ന ഹദീസാണ്. ഈ ഹദീസിൽ പറയപ്പെട്ട ഫവായിദുകളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹാബത്തിന്റെ ഹബ്ബ് എന്നുള്ളത്. ഈ ഹദീസിന് ഇനിയും തുടർച്ചയുണ്ട്. അഥവാ ഈ റിവായത്തിൽ ഇങ്ങനെയാണ് വന്നതെങ്കിലും വിശദമായി തന്നെ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു എടുക്കുകയാണെങ്കിൽ ആ വുദുവിന്റെ വെള്ളം അധികം എന്താകാറുണ്ടായിരുന്നില്ല, പാഴാകാറുണ്ടായിരുന്നില്ല. കാരണം സഹാബിമാരെന്ത് ചെയ്യും? അത് അവരുടെ കൈകളിലാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുഖാത്ത് റസൂലുള്ളാഹി ഒന്ന് കാർക്കിച്ച് തുപ്പുകയാണെങ്കിൽ പോലും അതുവരെ നിലത്ത് വീഴാറുണ്ടായിരുന്നില്ല. ഈ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്തിരുന്നു? അവര് സ്നേഹിച്ചിരുന്നു. ആ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? എല്ലാ അർത്ഥത്തിലും കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ, റസൂലുള്ളാഹിന്റെ ആസാറുകൾ, റസൂലുള്ളാഹിന്റെ മുടിയാണെങ്കിലും, റസൂലുള്ളാഹിന്റെ വിയർപ്പാണെങ്കിലും, റസൂലുള്ളാഹിന്റെ ഉമിനീരാണെങ്കിലും, ഇതെല്ലാം എന്താണ്? ബർക്കത്തുള്ളതാണ്. സൃഷ്ടികളിൽ ബർക്കത്ത് ശേഷം എന്താണ്? മറ്റുള്ളവർക്ക് ബർക്കത്തെടുക്കാൻ കഴിയുന്ന ആസാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാതെ മറ്റാരുടേതും ഇല്ല. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് സഹാബി വനിതകൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? എടുക്കാറുണ്ടായിരുന്നു, ശേഖരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ അത്തറുകളിൽ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? അത് കലർത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര്, നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരുക്കിയ സഹാബി വനിത, അവരെന്ത് ചെയ്തു? ഒന്നാമത്തെ ആ ദിവസത്തിൽ പാല് എന്ത് ചെയ്തു? തിളപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യം റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു. റസൂലുള്ളാഹി അതിന്റെ ബാക്കി എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തു. അതിന്റെ ബാക്കി എന്ത് ചെയ്തു? അത് തിളപ്പിച്ച് കൊണ്ടുവന്ന ആ സ്ത്രീക്ക് എന്ത് ചെയ്തു? കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ആ സഹാബി വനിത പാത്രത്തിൽ നിന്ന് പാല് കുടിച്ചത് എങ്ങനെയായിരുന്നു? അതിന്റെ എല്ലാ ഭാഗത്തും ആയ വെച്ചുകൊണ്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരുമായിട്ട് എന്ത് ചെയ്യാൻ? അത് കലരാൻ വേണ്ടിയിട്ടായിരുന്നു. ആ തരത്തിൽ റസൂലുള്ളാഹിന്റെ വിയർപ്പാണെങ്കിലും ഉമിനീരാണെങ്കിലും ഇതെല്ലാം നമുക്ക് ബർക്കത്തെടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വിഷയമാണ്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് ഖൈബർ യുദ്ധത്തിന്റെ ആ സന്ദർഭത്തില് കണ്ണിന് അസുഖമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തന്റെ ഉമിനീര് കൊണ്ട് അതിനെ എന്ത് ചെയ്തു? ചികിത്സിച്ചു. അപ്പോ ഇതെല്ലാം തബറുക്ക് എടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് പറഞ്ഞതിന്റെ സാരം. എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അതെന്ത് ചെയ്തിട്ടുണ്ട്? സഹാബിമാര് പലരും വീതിച്ചെടുത്തിട്ട് അവരുടെ മരിക്കുമ്പോൾ അവരുടെ അവരുടെ ഖബറുകളിൽ അത് വെക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ
എന്താണ്, നമുക്ക് ബർക്കത്തെടുക്കാൻ കഴിയുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് പുണ്യമെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഷ്ടമോ മൂത്രമോ ഒരിക്കലും എന്തല്ല ആ തരത്തിൽ നജസ്സായിട്ടുള്ള കാര്യങ്ങളൊന്നും ബർക്കത്തെടുത്തതായിട്ട് ഹദീസുകൾ എവിടെയും വന്നിട്ടില്ല. വന്നിട്ടുണ്ട് ചില ദുർബലമായ, ഒരുപക്ഷെ അത് മൗദൂ ആയേക്കാവുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. പലരും കുടിച്ചതായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്ഥിരപ്പെടുന്ന ഹദീസുകളല്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളുടെ കാര്യം പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സഹാബിമാരുടെ ജീല് അവരുടെ ആ തലമുറയോടുകൂടി അതെന്ത് ചെയ്തിട്ടുണ്ട്, നിന്ന് പോയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ അല്പം മുടിയായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അവര് സഹാബിമാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരത് വീതിച്ചെടുത്തിട്ട് അവരുടെ ഖബറുകളിൽ വെക്കാൻ വസിയത്ത് ചെയ്തു. അതിൽ പിന്നീട് ഒന്നും തന്നെ പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ബാക്കിയായിട്ട് അവശേഷിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ആരെങ്കിലും അതുമായിട്ട് ഏതെങ്കിലുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തില്ല, അതൊന്നും തന്നെ എന്തല്ല, ശരിയല്ല. മറിച്ച് അവര് എന്താണ്, സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി, മുസ്ലിം ഉമ്മത്തിന്റെ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അറിവില്ലാത്ത ആളുകളുടെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത വിഷയം, ഈ ഹദീസിലുള്ള ഫായിദ, മൂന്നാമത്തെ ഫായിദ എന്താണ്? മൂന്നാമത്തെ ഫായിദ, വുദു എടുക്കുമ്പോൾ വുദു എന്താണ്, ഉപയോഗിക്കപ്പെട്ട വെള്ളം അതെന്താണ്, തഹൂറാണ്. അപ്പൊ നമ്മള് പലപ്പോഴും എന്ത് ചെയ്യും, വുദു എടുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പൈപ്പിന്റെ താഴെ ചിലപ്പോൾ എന്തുണ്ടാകും, ബക്കറ്റ് ഉണ്ടാകും അല്ലേ? അപ്പൊ നമ്മൾ വുദു എടുക്കുന്ന വെള്ളം അതിലേക്കാകും. ആ വെള്ളം ഒരിക്കലും എന്തല്ല, നജസ്സല്ല. നമ്മൾ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ എന്താകുന്നില്ല, നജസ്സാകുന്നില്ല. പലരും എന്ത് ചെയ്യും, ആ വെള്ളം എന്ത് ചെയ്യും, മറച്ചു കളയും. എന്നിട്ട് എന്ത് ചെയ്യും, പുതിയ വെള്ളം എടുക്കും, കുളിക്കാനാണെങ്കിലും മറ്റാവശ്യത്തിനാണെങ്കിലും. ലൈക്ക് നമുക്കറിയാവുന്നതാണ്, ബാത്റൂമിലാണെങ്കിൽ, കുളിക്കുന്ന ബാത്റൂമിലാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ മുസ്തഅമലായിട്ടുള്ള വെള്ളം, ഉപയോഗിക്കപ്പെട്ട വെള്ളം, അത് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ, വുദു എടുക്കാനും മറ്റു ശുദ്ധീകരിക്കാനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന തഹൂറായിട്ടുള്ള വെള്ളമാണ് എന്നത് ഈ ഹദീസിന്റെ ഫായിദയായിട്ട് ലഭിക്കും. പിന്നെ വുദു എടുക്കുന്ന വെള്ളം, വുദുവിന് എന്താ പറയാ, നമുക്കറിയാം, വുദു എന്നാണ് പറയുക. വുദു എടുക്കുന്ന വെള്ളത്തിന് വദു എന്നാണ് പറയാ. വാവിന് ഫത്ഹ കൊടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വദു എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്, വുദു എടുക്കുന്ന വെള്ളം എന്നാണ് അർത്ഥം. ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത് ഇമാം ബുഖാരിയാണ്, അദ്ദേഹത്തിന്റെ സഹീഹ്. നമ്മുടെ ഹദീസ് അനിൽ മിസ്വർ ഇബ്നു മഖ്റമ, അത് വേണമെങ്കിൽ ഒഴിവാക്കാം. അനിൽ മിസ്വർ റളിയല്ലാഹു അൻഹു قال وإذا توضأ النبي صلى الله عليه وسلم كادوا يقتتلون على وضوئه. വദു ആണ്, വുദു എടുക്കുന്ന വെള്ളം വദു ആണ്, ഫത്ഹ കൊടുത്ത് വായിക്കണം.